സിനിമയൊക്കെ കാണാറുണ്ടോ നിങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ഈ അടുത്ത ചെസ് കണ്ടത് 20 വർഷത്തിന് ശേഷം ഞാൻ ദിലീപിനെ വിളിച്ചു പറഞ്ഞിരുന്നു അടിപൊളി പടമാണ്. അവന് ഈ അമൃത ഹോസ്പിറ്റലില് ഞാൻ തോന്നുന്നു ഡയാലിസിസിന് പോയ സമയത്ത് ഞാൻ അവനെ ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എന്താടാ ഞാനിങ്ങനെ ഹോസ്പിറ്റലില് ഉണ്ട്. ഓക്കെ ഓക്കെ ഞാൻ പിന്നെ വിളിക്കണോടാ. ഇല്ലടാ കുഴപ്പമില്ലടാ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാം ചെസ് കണ്ടോണ്ടിരിക്കുകയാണ് അടിപൊളി പടോടാ. എന്നുവെച്ചാ അവൻ ആ സമയത്ത് ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അവനെ അത് രസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതിപ്പോ നമ്മുടെ ദൈവം അനുഗ്രഹിച്ച ഒരുപാട് ആ സമയത്ത് സിനിമകളെല്ലാം ഇപ്പോഴും റിപ്പീറ്റഡ് ഓഡിയൻസ് അന്ന് ചെയ്ത സിനിമകൾ കണ്ട് ഇപ്പോഴത്തെ തലമുറ നമ്മളോട് സ്നേഹം കാണിക്കുന്നു എന്ന് പറഞ്ഞ എന്റെ ഭാഗ്യവാൻ നമ്മളൊക്കെ വലിയ സന്തോഷം. അല്ല ഞാൻ പറഞ്ഞ കൊച്ചുകുട്ടി സലീമിന്റെ എപ്പിസോഡ് ഞാൻ അവിടെ നിർത്തി. അടുത്ത ബസ് കയറി. അല്ല മൊത്തത്തിൽ പറഞ്ഞു വെച്ചാ ആ സിനിമകളെല്ലാം ഒരേപോലെ ഇപ്പോഴത്തെ സിനിമകളെ പോലെ രസിപ്പിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട് ദിലീപേട്ട. കുറെ നേരം ചോദിക്കണം. അവന്റെ ആ ഫോണിന്റെ അവൻ ബിസിയാന്ന് അറിയിക്കാനുള്ള എല്ലാ കാര്യവും പോയി. ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ബിസിയാണെന്ന് മനസ്സിലായപ്പോ ഇല്ല. എപ്പോഴും നമുക്ക് ആദ്യ സിനിമ എപ്പോഴും വളരെ സ്പെഷ്യൽ ആണ്. പതിനഞ്ച് സിനിമ ചെയ്തിട്ടുണ്ട്. നായകനായിട്ട് സിനിമ വെച്ചിട്ടുണ്ട്. റാണി ചിത്ര മാർത്താണ്ഡ പടത്തില് റാണി ചിത്ര മാർത്താണ്ഡം എന്ന് പറഞ്ഞ കായലിന്റെ പേരാണ്. എന്നാണത്? ഈ ഒരു വർഷമാണ്, കഴിഞ്ഞ വർഷം ഇറങ്ങി. പിന്നെ എന്റെ അളി എന്നോട് അതിലുണ്ട് പരിചയം കാണിക്കണ്ടല്ലോ. ജനഗണമന ചേട്ടാ, ജനഗണമനയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ അല്ല ആ പറഞ്ഞ അഭിനയങ്ങളോട് പരിചയം കാണിക്കാറുണ്ട്. എല്ലാം ശരിയാവുന്ന എന്റെ ഈ സിനിമയുടെ കഥാപാത്രത്തിന്റെ പേര് ഷിൻസ് എന്നാണ്. അപ്പം ദിലീപേട്ടന്റെ 2 അനിയന്മാരിൽ ഏറ്റവും ഇളയ അനിയനായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു സമയമാണിത്. കാരണം ദിലീപേട്ടൻ, സിദ്ദിഖ, മഞ്ചേച്ചി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ഈ ഫീൽഡിൽ നമ്മളിപ്പോൾ പോലും മൊബൈലിൽ നോക്കുമ്പോൾ ഇവരുടെ എന്തെങ്കിലും ഒരു ഹ്യൂമർ സാധനങ്ങളോ സിനിമയുടെ കാര്യങ്ങളോ നമ്മൾ ടി വിയിൽ എല്ലാം കാണുന്നതാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഇങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ടാണ് എന്നെ സംബന്ധിച്ച്. അത് ഇത്രയും ഒരു സക്സസ്സിലേക്ക് പോകുമ്പം എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര സന്തോഷമാണ്. അതിനെൻ്റെ കൂടെ നിന്ന് ഇവരോട് എനിക്ക് എപ്പോഴും നന്ദിയുണ്ടെന്ന്. വീട്ടില് എങ്ങനെയാ, മൂത്ത ആളാണോ ഇളയ ആളാണോ? ഞാൻ വീട്ടിലെ രണ്ടാമത്തെ ആളാണ്. ഏകദേശം ഒക്കെ ഒരു സമയത്ത് നീതി പുലർത്തുന്നുണ്ടായിരുന്നു. അത് കുറിച്ച് ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു. നമ്മളെ വിളിച്ചു പറഞ്ഞ അനിയൻ നന്നായിട്ടുണ്ട് കേട്ടോ ഒരാള്. ഓരോ ആൾക്കാരെയും പറഞ്ഞതിന്റെ കൂട്ടത്തിൽ മഞ്ജുവിനും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖയുടെ കോമഡി ഇതിന്റെ ഒരു ബേസിക് പേഴ്സണൽ പരിപാടികളാണ് നമ്മൾ ഇതിൽ പിടിച്ചേക്കുന്നത്. നമ്മളോട് സംസാരിക്കുമ്പോഴുള്ളതും അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ആ ക്യാരക്ടറായിട്ട് തന്നെ അവനത് ജീവിക്കുകയാണ്. കോമഡിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇന്നത്തെ ധ്യാന്റെ ഒരു പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ഈ പറഞ്ഞ ഡിജിറ്റലി ഞങ്ങളുടെ ദൈവമാണ് പുള്ളി. അതുകൊണ്ട് നിങ്ങൾ എന്നോട് താങ്ക്സ് പറയണം. കാരണം അവനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന പലരിലല്ല 2 പേരിൽ ഒരാളാണ്. നീ എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആളെ കൊണ്ട് നമ്മൾ തന്നു. ഞാൻ വന്നപ്പോ ഭയങ്കര, കാരണം നമ്മൾ മറ്റുള്ളവർ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അത് കുറച്ച് ഭയങ്കര ലൈവ്ലി ആയി ശരിക്കും പറഞ്ഞാല്. പിന്നെ നമ്മളതൊരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര രസമായി. അവിടെ എഴുന്നേറ്റ് തിരിച്ച് മറുപടി പറയും. ശരിക്കും നിങ്ങളുടെ കോമഡി ചീറ്റിയായിരുന്നോ? കോമഡി ചീറ്റിപ്പോയായിരുന്നോ? ഇല്ല, ഞങ്ങളുടെ കോമഡിക്ക് ഇപ്പൊ ഞാൻ ചിരിച്ചോണ്ടിരിക്കണം. സീരിയസ്ലി ഇത് അതിനെന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുമില്ല, നല്ല രീതിയിലുണ്ട്. ഞാൻ ഇവരുടെ കൂടെ നിന്ന് പെർഫോം ചെയ്ത ആളാണ്. സിദ്ദിഖയും ദിലീപേട്ടനും ചെയ്തു വെച്ച പല സാധനങ്ങളും, ഇവര് തന്നെ ഉണ്ടാക്കിയ പല സാധനങ്ങളുമാണ് ഇന്ന് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരി വരുന്നത്. ഞാൻ ലിറ്ററലി കണ്ടതാണ്. ഒക്കെ കൂടിയുള്ള സീൻ ഇവരതിന്റെ പ്ലോട്ട് പറഞ്ഞു, അത് മാറ്റർ ഇതാണെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചിട്ട് ചൂടാവുന്ന സീക്വൻസും ഒക്കെ അഭിനയിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ഇവര് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കറിയാലോ. ആ സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാവുമ്പോൾ നമ്മളത് വേണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളെല്ലാം അങ്ങോട്ട്
കൂട്ടായ്മ തന്നെയാണ് ബ്രദർ ഒരു സിനിമ നല്ലതാവുള്ളൂ. അല്ലാതെ ഒരു ആളും ഇല്ലാതെ ഞങ്ങൾ പറഞ്ഞ കോമഡി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, സിനിമയിലുണ്ട്. അല്ല ഇപ്പം ഈ സിനിമയെ കുറിച്ച് നമുക്കൊരു ഇപ്പൊ ഒരു ഡയറക്ടർ എന്ന നിലയിലും അല്ല റൈറ്റർ എന്ന നിലയിലും നമുക്കൊരു ധാരണയുണ്ട്. ഇത് ഇങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഇത് പോകേണ്ടത്, ഇതൊരു മീറ്റർ അത് നമുക്ക് ഉണ്ട്. നമ്മൾ അങ്ങനെ തന്നെയാണ് ഈ സിനിമ തീർത്തതും. അതിൽ തീർച്ചയായും എല്ലാവരുടെയും സഹകരണമുള്ള സിനിമ തന്നെയാണ്. ഈ ഒരു 150ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു പ്രഷർ ഉണ്ടായിരുന്നു ശരിക്കും. ദിലീപേട്ടൻ്റെ ഒരു സിനിമ 150ാമത്തെ സിനിമ നമ്മൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തീർച്ചയായും ഇതിനെ വളരെ റെസ്പെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ സിനിമ ആദ്യം തന്നെ എടുത്തത്. ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ അതൊരു ഫാമിലി സിനിമ ആയിട്ട് തന്നെ സ്ക്രിപ്റ്റ് വരികയും ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ ഒരാൾ പ്രൊഡ്യൂസറായിട്ട് വരികയും ഞാനും ഷാരിസ് ഒരുപോലെ തന്നെയാണ് ആദ്യം തൊട്ടുള്ളത്. അപ്പോൾ ഇതിന് എൻ്റെ 21 വയസ്സ് തൊട്ട് അസിസ്റ്റൻ്റായിട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സിനിമ ഈ പറഞ്ഞ പോലെ സിനിമ മാത്രമേ അറിയാവുള്ളൂ. സിനിമേനെ നമ്മൾ അത്രയും റെസ്പെക്റ്റിലാണ് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമേനെ ആ റെസ്പെക്റ്റിൽ തന്നെയാണ് പോയത്. ദിലീപേട്ടനാണ് വരുന്നത്, ആ റെസ്പെക്റ്റ് കൂടുകയും ആ സിനിമ 150ാമത്തെ ദിലീപേട്ടൻ ഒരു ദിവസം വിളിച്ചപ്പം വിൻഡോ ഇത് എൻ്റെ ചെറിയൊരു 150ാമത്തെ സിനിമ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം കൂടുകയും ആ സിനിമ ഒരു കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളുണ്ടെങ്കിൽ അതുപോലും അത് ഉൾക്കൊള്ളിക്കാൻ നോക്കി. പിന്നെ ഞാനിവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുക മാത്രമാണ്. എൻ്റെ ടീം എന്ന് പറയുന്നത് റൈറ്റർ ഷാരിസ്, എഡിറ്റർ സാഗർ, മ്യൂസിക് ഡയറക്ടർ സനൽ, ക്യാമറമാൻ, കോസ്റ്റ്യൂം ദിലീപേട്ടൻ്റെ കോസ്റ്റ്യൂം ഇത് വെങ്കിയാണ്. ഇപ്പം നമുക്കൊരു ഐഡിയ ഉണ്ട്. എനിക്കറിയാം ഇപ്പം ഇങ്ങനത്തെ ഒരാൾ ഇൻഷർട്ട് ചെയ്യാൻ ബെൽറ്റ് ഇടാൻ പാടില്ല അല്ലെങ്കിൽ മിടുക്കനായിട്ട്. അപ്പം ഞാനത് അതെ ഇപ്പം നമ്മൾക്ക് കളർ കോമ്പോ എല്ലാം അറിയാം. അപ്പം വെങ്കിയായിട്ട് ഭയങ്കര കെമിസ്ട്രിയാണ്. ഇന്ന് രാവിലെ വെങ്കി ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ചേട്ടന് ഷർട്ടും മുണ്ടും കൊടുത്താൽ മതി രാവിലെ. വെങ്കി ഞാനും തമ്മിൽ അത്രയും ഇതാണ്. അപ്പോൾ ഈ സിനിമയിൽ വർക്ക് ചെയ്ത് എല്ലാവരുടെയും ഒരു എനർജിയും എല്ലാവരുടെയും ഹെൽപ്പും സപ്പോർട്ടും. പിന്നെ ഡയറക്ഷൻ ടീമിലെ 3-4 പേര് ഇതിൻ്റെ കോ റൈറ്റേഴ്സും കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ ടീം വർക്ക് മാത്രമാണ്. അത് ഈ ആർട്ടിസ്റ്റുകളിലേക്ക് എത്തുമ്പോൾ ഇതൊരു ഫാമിലിയാണ്. ഇപ്പം ജോസൂട്ടി അഭിനയിക്കുമ്പോൾ എനിക്കറിയാം അവൻ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഐ കോൺടാക്ട് അങ്ങനെയാണ്. ഇപ്പം ദിലീപേട്ടൻ എനിക്ക് പരിചയമില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കഥ പറയാൻ പോകുമ്പോഴാണ് ദിലീപേട്ടനെ പരിചയപ്പെടുന്നത്. പക്ഷേ കഥ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹമായിട്ട് ഒരു 15 വർഷം പരിചയമുള്ള ആളെപ്പോലെയായി. പിന്നെ ഒരിക്കലും ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. കാരണം ദിലീപേട്ടൻ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടായിട്ടാണ് നിൽക്കുന്നത്. സിദ്ദിഖേട്ടൻ വരുമ്പോൾ സിദ്ദിഖേട്ടൻ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ ഇങ്ങനെ മതി. കാരണം സിദ്ദിഖേട്ടൻ തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. ഇപ്പോൾ നമ്മൾ കേട്ട് ചിരിച്ചിട്ട് ചേട്ടാ ഒരു സെക്കൻഡിൽ പറയും. അതുപോലെ എല്ലാവരും കൂടെ ഒരു ഐക്യത്തിലാണ്. ഇപ്പം ചിഞ്ചുവിലേക്ക് വരുവാണെങ്കിലും നമ്മൾ ഓഡിഷൻ ചെയ്ത് കിട്ടിയ കുട്ടിയാണ്, നമ്മുടെ മുത്താണ്, ന്യൂ ഫേസ് ആണ്. അതെ അത് നമ്മുടെ ഒരു തീരുമാനമായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ വേറൊരാളെ വെക്കാം, മീൻസ് അഭിനയിക്കുന്ന ഒരാളെ വെക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റി പുതിയൊരാളെ സെലക്ട് ചെയ്താൽ അയാളുടെ ഒരു ഇത് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആ പ്രശ്നസ് കിട്ടി പടത്തിലും അത് വർക്കായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ചോദിച്ചു ഞാൻ അവസാനിപ്പിച്ചോട്ടെ. എൻ്റെ ഒരു സംശയമായിരുന്നു. ഈ ഹരിഹർനഗർ എന്ന് പറഞ്ഞ സിനിമയിലെ പിന്നെ നമ്മുടെ ആ ചേച്ചി മറ്റേ കാട്ടാളിൽ വെട്ടുന്ന ഒരു സീനിൽ ചേട്ടൻ തിരിച്ച് ബാക്കിലോട്ട് ചാടുന്ന ഒരു സാധനം ശരിക്കും ഒറിജിനലായിരുന്നു. ഒറിജിനൽ അല്ലാതെ പിന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വെട്ടുകൊള്ളൂല്ലേ. എല്ലാവരുടെ മനസ്സിലുള്ള സാധനം അത് ഗ്രാഫിക്സ് ഒന്നും അല്ല, റിയൽ ആയിട്ട് നമുക്കൊന്നും പെർട്ടിക്കുലർ സമയത്ത് ഒരു ചെറിയ ഒരു ഇതുമേലേക്ക് ചാടി കയറിയിട്ട് അതൊക്കെ